എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ഇതിഹാസങ്ങൾ കണ്ടുമുട്ടിയതിന്റെ കഥയാണ്. ദി ഇങ്ക് ആൻഡ് ദി മെലഡി അഥവാ മഷിയും സംഗീതവും. ആരാണ് ഈ രണ്ട് ഇതിഹാസങ്ങൾ എന്നറിയാവോ? ഒരാൾ പോപ്പ് സംഗീതത്തിന്റെ രാജാവെന്നറിയപ്പെടുന്ന മൈക്കൽ ജാക്സൺ. മറ്റൊരാൾ നമ്മളെല്ലാവരും കണ്ടു ചിരിച്ചു മറിഞ്ഞിട്ടുള്ള ടോം ആൻഡ് ജെറി എന്ന കാർട്ടൂണിന്റെ സ്രഷ്ടാക്കളിലൊരാളായ ജോസഫ് ബാർബെര. മഷികൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ജോസഫ് ബാർബെറയും സംഗീതം കൊണ്ട് ലോകത്തെ കീഴടക്കിയ മൈക്കൽ ജാക്സണും. ഇവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം. ജോസഫ് ബാർബെര തന്നെയാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. റെഡിയല്ലേ? ജോസഫ് ബാർബെര സ്വയം വിശേഷിപ്പിക്കുന്നത് ക്രിയേറ്റീവ് കൺസൾട്ടന്റ് എന്നാണ്. പക്ഷെ അദ്ദേഹത്തെ ഒരു നിർമ്മാതാവ്, സഹനിർമ്മാതാവ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നൊക്കെ വിളിക്കാമായിരുന്നു. ടോം ആൻഡ് ജെറി സിനിമയിൽ ഫിൽ എന്ന ആളോടും അദ്ദേഹത്തിന്റെ ടീമിനോടുമൊപ്പം പ്രവർത്തിച്ചത് തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിലൊന്നായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആ സിനിമയുടെ നിർമ്മാണത്തിനിടയിലാണ് അദ്ദേഹം മൈക്കൽ ജാക്സനെ കാണുന്നത്. 1992 മൈക്കൽ ജാക്സൺ, ഒരു വലിയ കാർട്ടൂൺ ആരാധകൻ, അദ്ദേഹത്തെ ഒരു പ്രോജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടു. ടോം ആൻഡ് ജെറി സിനിമയിൽ ഒരു പാട്ടുപാടാൻ മൈക്കൽ ജാക്സനെ കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് ബാർബെര ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഒരു കൂടിക്കാഴ്ചയിൽ മൈക്കൽ ജാക്സൺ അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ബാർബെരയോട് ചോദിച്ചു, "നിങ്ങൾ ശരിക്കും ഈ ടോം ആൻഡ് ജെറി സീരീസ് മുഴുവൻ എഴുതിയതാണോ എന്ന്?" "അല്ല, ഞാനത് വരച്ചതാണ്" എന്ന് ബാർബെര മറുപടി പറഞ്ഞു. "നിങ്ങൾക്ക് കാണണോ എന്ന്?" അദ്ദേഹം ചോദിച്ചു. മൈക്കൽ ജാക്സൺ തലയാട്ടി. അദ്ദേഹം മുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോയി ഒരു പാഡും കുറച്ചു മാർക്കറുകളുമായി തിരിച്ചുവന്നു. എന്തൊരാവേശമാണല്ലേ മൈക്കിളിന്! ബാർബെര അത് വാങ്ങി അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂണുകളിലൊന്നായ ബൗളിംഗ് ആലി കാറ്റ് എന്ന കാർട്ടൂണിന്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. അതിലെ ഓരോ ചലനവും ഓരോ ഭാവവും അദ്ദേഹം വരച്ചു. മൈക്കൽ ജാക്സൺ അദ്ദേഹത്തിന്റെ തോളിലൂടെ നോക്കിക്കൊണ്ട് ആ നേർത്ത ഉയർന്ന ശ്വാസമുട്ടുന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു, "വാവ്, വാവ്!" മൈക്കിളിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ ആരാധിക്കുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ കൺമുന്നിൽ പിറവിയെടുക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് അത്ഭുതം തോന്നാത്തത്, അല്ലേ? വരച്ചു കഴിഞ്ഞപ്പോൾ ബാർബെര ചോദിച്ചു, "ഇതൊന്ന് ഓട്ടോഗ്രാഫ് ചെയ്യട്ടെ?" "ഓ അതെ" എന്ന് മൈക്കിൾ മന്ത്രിച്ചു. "ഇനി എനിക്കൊരു ഓട്ടോഗ്രാഫ് കിട്ടുമോ?" എന്ന് ബാർബെര തിരിച്ചു ചോദിച്ചു. അദ്ദേഹം മൈക്കിളിന്റെ ഒരു പോസ്റ്ററിലേക്ക് വിരൽ ചൂണ്ടി. അതിൽ മൈക്കിളും ഒരു ചെറിയ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അത് തന്റെ മരുമകൾ നിക്കോളാണെന്ന് മൈക്കിൾ പറഞ്ഞു. "ആ പോസ്റ്ററിലൊന്ന് ഓട്ടോഗ്രാഫ് ചെയ്യാമോ?" എന്ന് ബാർബെര ചോദിച്ചു. "ഓ അതെ" എന്ന് മൈക്കിൾ മന്ത്രിച്ചു. എന്നിട്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങി. അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. "ഇതെന്താ, ഗെറ്റിസ്ബർഗ് പ്രസംഗമോ?" എന്ന് ബാർബെര തമാശയായി ചോദിച്ചു. ഗെറ്റിസ്ബർഗ് പ്രസംഗം എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ നടത്തിയ വളരെ പ്രശസ്തമായ നീണ്ട ഒരു പ്രസംഗമാണ്. അത്രയും നീണ്ട ഓട്ടോഗ്രാഫാണോ മൈക്കിൾ എഴുതുന്നത് എന്നായിരുന്നു ബാർബെരയുടെ സംശയം. "നിങ്ങൾ കാണും, ദയവായി ഇത് വായിക്കൂ, ഉറക്കെ വായിക്കൂ," മൈക്കിൾ പറഞ്ഞു. ബാർബെര അത് വായിച്ചു. ആ ഓട്ടോഗ്രാഫിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: "എന്റെ ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും ഹീറോയ്ക്ക്, ഒരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നൽകിയ എല്ലാ കാർട്ടൂൺ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അവർ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മൈക്കിൾ." ഇത് കേട്ടപ്പോൾ നിങ്ങളുടെയെല്ലാം കണ്ണു നനഞ്ഞില്ലേ? ലോകം ആരാധിക്കുന്ന കോടിക്കണക്കിന് ആരാധകരുള്ള മൈക്കിൾ ജാക്സന്റെ കുട്ടിക്കാലം എത്രമാത്രം ഏകാന്തമായിരുന്നുവെന്ന് ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടായിരുന്നത് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവയെല്ലാം അദ്ദേഹത്തിന് അത്രയേറെ പ്രിയപ്പെട്ടതായത്. ബാർബെരയ്ക്ക് അത് വളരെ സ്പെഷ്യലായ ഒരു നിമിഷമായിരുന്നു. മൈക്കിൾ ജാക്സൺ വളരെ ലെയ്ഡ് ബാക്ക് അഥവാ ശാന്തനായ, കേർട്ടിയസ് അഥവാ മര്യാദയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് ബാർബെര പറയുന്നു. നമ്മുടെ ഈ സിനിമാ സംഗീത ഇൻഡസ്ട്രിയിലുള്ള മിക്ക ആളുകളെക്കുറിച്ചും അങ്ങനെ പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനിയിലെ എക്സിക്യൂട്ടീവുകൾക്ക് മൈക്കിൾ ജാക്സണുമായി ഒരു ഡീൽ ചെയ്യുന്നതിൽ താൽപ്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ മീറ്റിംഗുകൾക്കൊന്നും ഒരു ഫലവുമുണ്ടായില്ല. എന്നിരുന്നാലും മൈക്കിളുമായുള്ള ആ കൂടിക്കാഴ്ചകൾ വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു എന്ന് ബാർബെര ഓർക്കുന്നു. ഈ പാഠത്തിൽ നിന്ന് നമുക്കെന്തു മനസ്സിലാക്കാം? കലയ്ക്ക്, അത് കാർട്ടൂണായാലും സംഗീതമായാലും, മനുഷ്യരെ എത്രമാത്രം സ്വാധീനിക്കാനും പ്രചോദിപ്പിക്കാനും ആശ്വാസം നൽകാനും കഴിയുമെന്ന്. ഏകാന്തമായ ഒരു കുട്ടിക്കാലത്ത് മൈക്കിൾ ജാക്സന് കൂട്ടായത് കാർട്ടൂണുകളാണ്. അതുപോലെ ടോം ആൻഡ് ജെറിയുടെ സ്രഷ്ടാവായ
ജോസഫ് ബാർബറയ്ക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൊന്ന് സമ്മാനിച്ചത് മൈക്കിൾ ജാക്സന്റെ ആ സ്നേഹവും ബഹുമാനവുമാണ്. കലയ്ക്ക് അതിരുകളില്ല, അത് മനുഷ്യരുടെ മനസ്സുകളെ ഒരുമിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണം എന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.